കോഴിക്കോട് നഗരമധ്യത്തിൽ മാനാഞ്ചേരിയോട് ചേർന്ന് നിലകൊള്ളുന്ന കോംട്രസ് നെയ്ത്ത് ഫാക്ടറിയുടെ ഇന്നത്തെ ദയനീയമായ മുഖമാണ് നാം ഈ കാണുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ കാലം പ്രവർത്തന പാരമ്പര്യമുള്ള കോംട്രസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ട് വർഷങ്ങൾ ഒട്ടേറെ ആയി കഴിഞ്ഞിരിക്കുന്നു. 1844 ജർമ്മൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പാതിരിമാർ തുടങ്ങിവെച്ച ഈ സ്ഥാപനം നമ്മുടെ തനത് കൈത്തറി വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകി നിർമ്മിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപണി കണ്ടെത്തി നമ്മുടെ നാടിന് പണവും പ്രശസ്തിയും ഒപ്പം ഒട്ടേറെ നാട്ടുകാർക്ക് ജോലിയും നൽകിയ കോംട്രസ്റ്റ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടുശേഷം ഇതിൻ്റെ നടത്തിപ്പ് ജർമ്മൻകാരിൽ നിന്നും ഇംഗ്ലീഷുകാരിലേക്ക് കൈമാറ്റപ്പെടുകയും പുതിയ ഇന്ന് നാം വിളിക്കപ്പെടുന്ന കോംട്രസ് എന്നുള്ള നാമം സംജാതമാകുകയും ചെയ്തു. 2009 ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏകപക്ഷീയമായി ഫാക്ടറി ലോക്കൗട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാണ് ഇന്നും തുടരുന്ന തൊഴിലാളികളുടെ ഈ തൊഴിൽ സമരം. ഈ സ്ഥാപനം അടച്ചിടുവാൻ മാനേജ്മെൻറ്റിന് യാതൊരു അധികാരവുമില്ലെന്നും ഇത് തുടർന്ന് നടത്തുവാൻ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം എന്നതുമാണ് തൊഴിലാളികളുടെ മുദ്രാവാക്യങ്ങൾ. സമരത്തിൻ്റെ നാൾ വഴികളിൽ 2018 ഈ സ്ഥാപനം സംരക്ഷിത പൈതൃകമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസിന് ഇന്ത്യ ഗവർണർ ഒപ്പിട്ടതായി ഉണ്ടെങ്കിലും ഇന്നും നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് ഈ സ്ഥാപനം മോചിതമായിട്ടില്ല. ഏതോ പ്രാചീന കാലത്തെ ജീവജാലങ്ങളുടെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നത് പോലെ ചിതറിക്കിടക്കുകയാണ് ഇവിടെ കോംട്രസിലെ പ്രഖ്യാതമായ തറികൾ എമ്പാടും. ഈ കാഴ്ച കാണുമ്പോൾ ഇത് ആരോ വെടക്കാക്കിയിട്ട് തനിക്കാക്കാൻ മെനക്കെടുകയാണോ എന്ന് നമുക്കാർക്കെങ്കിലും തോന്നിയാൽ ഒട്ടും അതിശയോക്തി ആവില്ലതാനും. കോഴിക്കോട് നഗരത്തിലെ 2 പോലീസ് സ്റ്റേഷനുകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഈ നൊമ്പര കാഴ്ചയ്ക്ക് ഉടനടി ഒരു അറുതി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.